മൺമറഞ്ഞ നേതാക്കളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ച എല്ലാ കാര്യങ്ങളോടും ഞാൻ യോജിക്കുകയാണ്. സർ, സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും നേരിൻ്റെയും നിർഭയതയുടെയും മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെയും മറുപേരായിരുന്നു VS എന്ന രണ്ടക്ഷരം. സർ, അസ്വാൻവാൾ കമ്പനിയിൽ തൊഴിലാളിയായിരിക്കെ സഖാവ് P. കൃഷ്ണപിള്ള VSലെ പോരാളിയെ കണ്ടെത്തി. അടിമതുല്യം കഴിഞ്ഞിരുന്ന കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും കർഷക തൊഴിലാളിയെ സംഘടിപ്പിക്കുക എന്ന ആദ്യ നിയോഗം അദ്ദേഹം ഏറ്റെടുത്തു. പാളയിൽ കഞ്ഞി കുടിപ്പിക്കും, തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും എന്ന മുദ്രാവാക്യമുയർത്തിയ വികലമൂല്യത്തിന് ബദലായി പാളയിൽ കഞ്ഞി കുടിക്കില്ല, തമ്പ്രാൻ എന്ന് വിളിക്കില്ല എന്ന കർഷക തൊഴിലാളികളെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കുവാൻ നേതൃത്വം കൊടുത്ത് പോരാട്ടങ്ങൾ ഏറ്റെടുക്കുകയാണ്. സർ, അങ്ങനെ മനുഷ്യത്വം പുലരുന്ന ഒരു കുട്ടനാടിനെ, അപ്പർ കുട്ടനാടിനെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ വലിയ പങ്കാണ് VSൻ്റെ ആദ്യകാല പൊതുപ്രവർത്തനത്തിലൂടെ അദ്ദേഹം നിർവഹിച്ചത്. സർ, ആ വിഭാഗം ജനങ്ങളിൽ അവകാശബോധവും അഭിമാനബോധവും വളർത്തി ജന്മിത്വത്തിൻ്റെ നിർദ്ദയ ചൂഷണങ്ങൾക്കെതിരെ പോരാട്ടവീര്യമുയർത്തി ഒരു സാമൂഹിക ശക്തിയെ അവരെ മാറ്റിയെടുക്കുവാൻ VSന് കഴിഞ്ഞു. സർ, CPയുടെ അമേരിക്കൻ മോഡലിനും ദുർഭരണത്തിനും ജന്മിത്വ അടിച്ചമർത്തലിനുമെതിരെ അധസ്ഥിതർ എന്ന് പേര് വീണവരെ സംഘടിപ്പിച്ച് പുന്നപ്രയിലും വയലാറിലും ഉജ്ജ്വല സമരങ്ങൾക്ക് നേതൃത്വം നൽകി. സർ, കേരളത്തിൻ്റെ ജൈവ വൈവിധ്യവും തണ്ണീർത്തടങ്ങളും മലകളും സംരക്ഷിക്കുവാൻ നടത്തിയ പോരാട്ടങ്ങൾ എക്കാലവും സ്മരിക്കപ്പെടും. സർ, എക്കാലവും അദ്ദേഹം ഒരു പോരാളിയായിരുന്നു. ആരുടെ മുമ്പിലും തലകുനിക്കാത്ത നിർഭയത്വം. സർ, മുഖ്യമന്ത്രിയായ VSനേക്കാൾ കേരളം ഇഷ്ടപ്പെട്ടത് പ്രതിപക്ഷ നേതാവായിരുന്ന VSനെയാണ്. പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം കേരളത്തിന് ലഭ്യമാകേണ്ടിയിരുന്ന ജലം കിട്ടാതെ വന്നപ്പോൾ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ നടത്തിയ ഇടപെടൽ, നിയമസഭയിൽ ശ്രീ K. കൃഷ്ണൻകുട്ടി അവതരിപ്പിച്ച ഒരു നോട്ടീസിനെ തുടർന്ന് അന്ന് ജലവിഭവ മന്ത്രിയായിരുന്ന ശ്രീ TM ജേക്കബ് ഒരു സർവകക്ഷി കമ്മിറ്റി രൂപീകരിച്ച് അവിടെ നടത്തിയ പഠനങ്ങൾ നിയമസഭയുടെ രേഖയിൽ ഇന്നും പ്രസക്തമായി നിൽക്കുകയാണ്. സർ, പ്ലാച്ചിമട സമരം എന്നും ഓർക്കപ്പെടുന്ന ഒരു സമരമായി നിൽക്കുകയാണ്. അത് മുഖ്യമന്ത്രി പദത്തിലേറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ആദ്യഘട്ടങ്ങളിൽ മന്ത്രിയായി കൂടെ പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. സ്വാശ്രയ മേഖലയിലെ പ്രൊഫഷണൽ കോളേജുകളെ സാമൂഹ്യ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള പരിശ്രമം അതായിരുന്നു ആദ്യത്തെ ഒരു നീക്കം. അത് പരിപൂർണമായി വിജയത്തിലെത്തി എന്ന് ഞാൻ പറയുന്നില്ല, കോടതി ഇടപെടലുകൾ അടക്കമുള്ള കാര്യങ്ങൾ മൂലം. നെൽവയ തണ്ണിത്തട നിയമവും ജനമൈത്രി പോലീസും ഒക്കെ ഇവിടെ സൂചിപ്പിച്ചു, ഞാനത് ആവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. സാറ്, ആരോഗ്യ കാരണങ്ങളാൽ അവസാന കാലങ്ങളിൽ VS പൊതുരംഗത്ത് സജീവമായിരുന്നില്ല, തികഞ്ഞ അസാന്നിധ്യം തന്നെ എന്ന് പറയാം. എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് ലക്ഷങ്ങൾ തന്നെ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള വീഥികളിലും സംസ്കാര ചടങ്ങുകളിലും പങ്കെടുത്തത് എത്രമാത്രം ആഴത്തിൽ VS ജനഹൃദയങ്ങളിൽ ജീവിച്ചിരിക്കുന്നതിൻ്റെ എന്നതിൻ്റെ ഒരു തെളിവായി നമുക്ക് കാണാവുന്നതാണ്.